ഹായ്, വെൽക്കം ടു ടെക് മലയാളം. ജിയോ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു വെബ് ബ്രൗസറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ജിയോ വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ജിയോ വന്നതിന് ശേഷം നമുക്ക് ചീപ്പായിട്ട് ഇൻ്റർനെറ്റ് കിട്ടാൻ തുടങ്ങി. അതായത് നമുക്കൊരു 1 ഇയറോളം അവർ ഫ്രീ ആയിട്ട് 4G ഇൻ്റർനെറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അവരെ ഫോളോ ചെയ്തിട്ട് ഇപ്പം എല്ലാ ഓപ്പറേറ്റേഴ്സും, അതായത് ഇപ്പം നമുക്ക് വോഡാഫോണിൽ കിട്ടുന്നുണ്ട്, അതേപോലെ എയർടെൽ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇതേപോലെ ഒരുപാട് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്. അതായത് ഫ്രീ ആയിട്ടുള്ള ചീപ്പ് റേറ്റിൽ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു 28 ഡേയ്സിന് ഒരു 1 GB ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് നമ്മളൊരു 250ഓളം റുപ്പീസ് നമ്മൾ കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പം വളരെ ചീപ്പായിട്ട് നമുക്കൊരു ഡെയിലി 1 GB ആയിട്ടാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ജിയോന് വൻ വരവേൽപ്പായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജിയോ ഒരു പുതിയ സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് അവരൊരു പുതിയ ബ്രൗസർ ലോഞ്ച് ചെയ്തു. അതിൻ്റെ പേര് ജിയോ ബ്രൗസർ എന്നാണ്. ഇതിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺസിന് മാത്രമേ ഈ ഒരു ബ്രൗസർ നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് വെബ് ബ്രൗസർ എന്നാണ് ഇത് പറയപ്പെടുന്നത്. പിന്നെ ഈ ബ്രൗസർ ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര ലൈറ്റാണ്, അതുപോലെ യൂസ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. ഈ ഒരു ബ്രൗസറിന് വളരെ കുറച്ച് മെമ്മറിയേ ആവശ്യമുള്ളൂ. അതേപോലെ ലോ എൻഡ് ഡിവൈസിലും ഇത് വളരെ ഈസി ആയിട്ട് റൺ ചെയ്യും. ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഈ ഒരു ബ്രൗസർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നീട് പറയുകയാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു 1 മില്യൺ പ്ലസ് ആളുകൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റിംഗ് ആണെങ്കിൽ 4.4 ആണ് പറയുന്നത്. മറ്റുള്ള ബ്രൗസേഴ്സ് പോലെ ലേറ്റസ്റ്റും ട്രെൻഡിങ്ങും ആയിട്ടുള്ള ന്യൂസും വീഡിയോസും ഒക്കെ നമുക്ക് ഈ ഒരു ബ്രൗസറിൻ്റെ ഹോം പേജിൽ നിന്നും കിട്ടും. അതേപോലെ 8 റീജിയണൽ ലാംഗ്വേജസ് ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. അതിൽ നമ്മളെ മലയാളവും ഉണ്ട്. ഈ ഒരു ബ്രൗസർ ഉപയോഗിച്ച് നോക്കിയപ്പോൾ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ലാഗ് ചെയ്യുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ബ്രൗസറിന് നമുക്ക് കിട്ടുന്നില്ല. പ്രൈവറ്റ് ബ്രൗസിംഗ് ഓപ്ഷനും ഈ ഒരു ബ്രൗസറിൽ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കമൻറ്റ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിന് അനുസരിച്ച് അവർ ചേഞ്ചസ് വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ക്രോം, അതേപോലെ UC ബ്രൗസർ, ഫയർഫോക്സ്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു വെബ് ബ്രൗസർ ഇപ്പോൾ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക, യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളതിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് മെയിൽ ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ദിസ് ഇസ് മീ ഷോണ. ബൈ.